സോ ഗൈസ്, നമ്മളിപ്പോൾ സ്ട്രക്ചറൽ ചേഞ്ച് ഓഫ് ക്യാരക്ടേഴ്സിനെ പറ്റിയാണ് ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് അല്ലേ. സോ നമുക്ക് അതിൻ്റെ ഒരു വാക്ക് ത്രൂ നോക്കാം. എങ്ങനെയാണ് സ്ട്രക്ചറൽ ചേഞ്ച് ഓഫ് ക്യാരക്ടേഴ്സ് നമുക്ക് ചാർട്ടിൽ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാന്നുള്ള കാര്യം. ഓക്കെ, സോ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാനിപ്പം യൂറോ എസ്റ്റിയുടെ ഡെയിലി ചാർട്ടിലാണുള്ളത് അല്ലേ. ഞാനൊരു ഇനീഷ്യൽ ആയിട്ടുള്ളൊരു ഹൈയും ലോയും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മൾ ട്രെൻഡ് ഫോളോ ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ ലെറ്റ്സ് സീ ഇനി മുകളിലോട്ട് പോകുന്തോറും എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നോക്കാം. ഓക്കെ, നമുക്ക് ഇതുവരെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയിട്ടില്ല. നമ്മൾ വെയിറ്റ് ചെയ്യണം ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിന് വേണ്ടിയിട്ട്. ഐ തിങ്ക് ഫൈനലി ബോഡി ബ്രേക്ക് കിട്ടിയിട്ടുണ്ട് നമുക്കിവിടെ. അതോടുകൂടി നമ്മുടെ ബുള്ളിഷ് ട്രെൻഡിന്റെ എന്ത് തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് സൈക്കിള് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നെ മറിക്കാം. സോ നമ്മൾ ഇപ്പോൾ ഒരു അപ് ട്രെൻഡിലോട്ട് പോകാൻ തുടങ്ങി ഈ ചാർട്ടിൽ. റൈറ്റ്, നമ്മുടെ എക്സ്പെക്ടേഷൻ ബയേഴ്സ് കൺട്രോളിലായിരിക്കും എന്നാണ്. സോ നമ്മൾ സിംപ്ലി ഈ ട്രെൻഡ് ഫോളോ ചെയ്യാൻ നമുക്ക്. ഓക്കെ, സോ അഗെയിൻ എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് പ്രൈസ് അല്ലേ. ബൈ ഓർഡേഴ്സ് ഫില്ലായി. ഓക്കെ, ഓക്കെ, ഇതെല്ലാം എക്സ്പാൻഷന്റെ പാർട്ടാണ്. നമ്മൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രൈസ് എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, ഒന്ന് കറക്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, സോ ഇത് ഇനഫ് ആയിരിക്കും നമുക്ക് ഹൈ എന്ന് വിളിക്കാൻ. സോ അടുത്ത ഹൈ കിട്ടിയിട്ടുണ്ട്. റൈറ്റ്, സോ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒന്ന് ജസ്റ്റ് റിവൈൻഡ് അടിച്ചു കഴിഞ്ഞാൽ സ്ട്രക്ചർ ഹൈ ബ്രേക്ക് ചെയ്തു, പുതിയ സ്ട്രക്ചർ ഹൈ ഉണ്ടാക്കി. വീണ്ടും എന്ത് പറ്റും, ഈ സ്ട്രക്ചർ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ബുള്ളിഷ് ട്രെൻഡ് എന്ത് ചെയ്തു, കണ്ടിന്യൂ ചെയ്ത് തന്നെ പോകും. ഓക്കെ, ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്. ഓക്കെ, ബിഗ് ബ്രേക്ക് ആണ്, ബ്രേക്ക് നമുക്ക് പറ്റത്തില്ല, ബോഡി ബ്രേക്ക് തന്നെ വേണം. റൈറ്റ്, സോ അഗെയിൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ബോഡി ബ്രേക്ക് നമ്മൾ ചെയ്തു അല്ലേ. ബോഡി ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്, അടുത്ത ബോഡി ബ്രേക്ക്. സോ നമ്മൾ സ്റ്റിൽ അപ് ട്രെൻഡിലാണ്. അടുത്ത സ്ട്രോങ് ആയിട്ടുള്ള നമ്മളെ സ്വിങ് കിട്ടിയിട്ടുണ്ട്. സോ ഇനി നമ്മൾ ബെയറിഷ് ആവണമെങ്കിൽ എന്ത് സംഭവിക്കണം, ബെയറിഷ് ആവണമെങ്കിൽ നമുക്ക് ഈ ലോഡ് ബ്രേക്ക് കിട്ടണം. എന്നാൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ട്രെൻഡിൽ ബെയറിഷ് ആയിട്ട് മാറും. പക്ഷേ നമ്മൾ ഇതിനെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആയിരിക്കത്തില്ല മാർക്ക് ചെയ്യുന്നത്, നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം. കാരണം നമ്മൾ ഇതിന് ആദ്യമായിട്ട് ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ, കാരണം നമ്മൾ ഇത്രയും സമയം എന്താണ് ബ്രേക്ക് ചെയ്തത്, സ്ട്രക്ചർ ഹൈ അല്ലെ. നമ്മൾ ട്രെൻഡ് കൺഫേംഡ് ആക്കി 2 പ്രാവശ്യം നമുക്ക് ഒരു സൈഡിലുള്ള ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടുകയാണെങ്കിൽ അല്ലെ. സോ ഒബ്വിയസ്ലി ഒരു ട്രെൻഡ് നമുക്ക് വേണമെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് 2 ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നെ വേണം അല്ലെ. ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, വീണ്ടും ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടെങ്കിൽ നമുക്ക് ട്രെൻഡ് ആണെന്ന് കൺഫേം ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെ. സപ്പോസ് ഇപ്പോൾ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി ഒരു സൈഡിലോട്ട്, ഓക്കെ, ബട്ട് പ്രൈസ് ഉടനെ തന്നെ അടുത്ത ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തരുകയാണെങ്കിൽ ഇത് നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് വിളിക്കാൻ കഴിയില്ല. കാരണം ട്രെൻഡ് കൺഫേം ആയിട്ടില്ല നമുക്ക് ഇവിടെ അല്ലെ. സോ ഇത് നമുക്ക് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നെയാണ് ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ. പക്ഷേ പ്രീവിയസ്ലി ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കൂടെ ഉണ്ടെങ്കിലോ, അപ്പൊ നമുക്കറിയാം ഒരു അപ് ട്രെൻഡ് കൺഫേംഡ് ആയിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് ലോ ബ്രേക്ക് ചെയ്തത്. അപ്പൊ നമ്മൾ എന്തെന്ന് വിളിക്കും, സ്ട്രക്ചറൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് വിളിക്കും, ചോക്ക് എന്ന് വിളിക്കും. ഓക്കെ, സോ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, നമുക്ക് 2 ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വേണം ട്രെൻഡ് കൺഫേം ആക്കാൻ. ഓക്കെ, നമ്മൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമെന്നല്ല, പക്ഷെ ആ ലോജിക്ക് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ് ട്രെൻഡിൽ നമ്മൾ ബൈ തന്നെ ആയിരിക്കും നോക്കുക. അതിപ്പോൾ ഒരു സിംഗിൾ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആയിരുന്നാലും ശരി, മൾട്ടിപ്പിൾ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആയിരുന്നാലും ശരി. ഓക്കെ, സോ ഈ പോയിന്റ് ഓഫ് ടൈം നമ്മൾ ബുള്ളിഷ് ആണ്, നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം ഈ ഓർഡർ ഫ്ലോ. ഓക്കെ, ഓക്കെ, പ്രൈസ് വീണ്ടും വിക്ക് ബ്രേക്കേ ചെയ്തിട്ടുള്ളൂ, സോ നമുക്കൊന്നും മാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഓക്കെ, എന്ത് സംഭവിച്ചു, നമ്മൾ ആദ്യമായിട്ട് ഈ അപ് ട്രെൻഡിൽ എന്ത് ചെയ്തു, സ്ട്രക്ചറിലോ ബ്രേക്ക് ചെയ്തു അല്ലേ. ബ്രേക്കിന്റെ കോസ് ആയ സ്വിങ് ഇവിടെയാണ്. ഇവിടെ നിന്നാണ് നമുക്ക് ആ സെല്ലോഡസ് എല്ലാം ഫില്ലായി തുടങ്ങിയത്. സോ നമുക്ക് ആ സ്വിങ് പോയിന്റ് മാർക്ക് ചെയ്യാം. ഇതെന്താണ് ഞാൻ ഇത് വെച്ച് മാർക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ടൂൾ ഉണ്ട്. നമുക്ക് ഈ ടൂളിൽ കുറെ ഐക്കൺസ് ഉണ്ടാവും. ഞാൻ ഐക്കൺസിൽ ആ സർക്കിളാണ് ഞാൻ ഡെയിലിക്ക് വേണ്ടിയിട്ട് ഒരു കളർ ഡിസൈഡ് ചെയ്തിട്ട് ഞാൻ വരച്ചു പോവാണ്. സ്വിങ് പോയിന്റ് ഐഡന്റിഫൈ ചെയ്യാൻ ചാർട്ട് ഒന്ന് ക്ലീൻ ആയിരിക്കും, കാണാൻ നിങ്ങൾക്ക് തന്നെ ഒരു ഇത് കിട്ടും. ഓക്കെ, യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ. നമ്മൾ എന്ത് ചെയ്തു, അപ് ട്രെൻഡിൽ ആദ്യമായിട്ടുള്ള സ്ട്രക്ചർ ലോയുടെ ബ്രേക്ക് ആണിത്. സോ നമ്മൾ ഇതിനെ എന്തെന്ന് മാർക്ക് ചെയ്യും, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് മാർക്ക് ചെയ്യുന്നതിന് പകരം നമ്മൾ അതിനെ മാർക്ക് ചെയ്യുന്നു ഓക്കെ. ചേഞ്ച് ഓഫ് ക്യാരക്ടറിനെ ഷോർട്ട് ആയിട്ട് നമ്മൾ ചോക്ക് എന്ന് പറയും. ഓക്കെ, ചേഞ്ച് ഓഫ് ക്യാരക്ടർ. റൈറ്റ്, സോ ഇതെന്താണ്, ഇത് ആദ്യമായിട്ട് പ്രൈസ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നു. ഓക്കെ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സെല്ലേഴ്സിന്റെ കൺട്രോൾ നമ്മൾ ബയേഴ്സിന്റെ മാർക്കറ്റിൽ കണ്ടു, അതാണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ. ഇനി ഇത് മാറണമെങ്കിൽ എന്ത് ചെയ്യണം, ഇനി ആ ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമേ അപ് ട്രെൻഡ് കണ്ടിന്യൂ ആകത്തുള്ളൂ. റൈറ്റ്, സോ നമുക്ക് വെയിറ്റ് ചെയ്യാം, നമുക്ക് നോക്കാം പ്രൈസിന് എന്തൊക്കെയാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ലോ ഇപ്പോൾ ഉണ്ടാക്കി, പ്രൈസ് എന്ത് ചെയ്തു, അടുത്ത ലോ ഉണ്ടാക്കി. ഓക്കെ, സപ്പോസ് ഈ ലോ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തായിട്ട് മാറും,
നമ്മൾ ഒരു ബെയറിഷ് ട്രെൻഡിലോട്ട് മാറും. ഓക്കെ, സോ ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്. ഓക്കെ, പ്രൈസ് ഒരുപാട് തത്തി കളിച്ചിട്ടുണ്ട്. ഇത് വെറും വിക്ക് ബ്രേക്ക് ആണ്. ഓക്കെ, വിക്ക് ബ്രേക്ക് മാത്രമേ ആയിട്ടുള്ളൂ. സോ നമുക്ക് ട്രെൻഡ് കൺഫേം ഒന്നും ആയിട്ടില്ല. ഓക്കെ, ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നു, പക്ഷെ ആദ്യത്തെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആണ്, പിന്നെ പ്രൈസ് ഒന്നും തന്നിട്ടില്ല. ഓക്കെ, നമ്മളിപ്പോൾ ചിന്തിക്കുകയാണെങ്കിൽ പ്രൈസ് ഇപ്പോൾ ചെയ്യുന്നത് ഇത് ചെയ്തു, പിന്നെ പ്രൈസ് ഇപ്പം ഇങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, സോ ഇത് ഇനിയിപ്പോൾ മുകളിലോട്ട് തന്നെയാണ് പ്രൈസ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ എന്ത് തന്നെയാണ് വിളിക്കും, നമ്മൾ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിന് തന്നെ വിളിക്കും. കാരണം ഇവിടെ ഡൗൺ ട്രെൻഡ് ഇപ്പോഴും കൺഫേം ആയിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ 2 ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വേണം. നമുക്കിപ്പോൾ ഒരെണ്ണേ ആയിട്ടുള്ളൂ അല്ലേ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇങ്ങനെയാണ്. ഒന്നും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായി 2 ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആയിട്ട് കണക്ക് കൂട്ടാം. ഒബിയസ്ലി ആദ്യത്തെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിനെ നമ്മൾ ചേഞ്ച് ഓഫ് പാറ്റേണിനെ വിളിച്ചോളൂ, രണ്ടാമത്തെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിനെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിനെ തന്നെ വിളിക്കും. ആൻഡ് ഇഫ് ഇറ്റ് ബ്രേക്സ് നമ്മൾ അതിനെ ചേഞ്ച് ഓഫ് പാറ്റേൺ എന്ന് വിളിക്കും. ഓക്കെ, സോ കറന്റ് നമുക്കിപ്പോൾ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ താഴോട്ട് കിട്ടിയിട്ടുള്ളൂ, ഒരു വിഗ് ബ്രേക്ക് കിട്ടി. ഇനി എന്തൊക്കെ പ്രൈസ് ചെയ്ത് നമുക്ക് നോക്കാം. ഓക്കെ 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 പ്രൈസ് എന്ത് ചെയ്തു, തിരിച്ച് മുകളിലോട്ട് തന്നെ പോയി ഹൈ തന്നെ ബ്രേക്ക് ചെയ്തു. ഈ പോയിന്റ് ഓഫ് ടൈം നമ്മൾ ഇതിനെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിന് തന്നെ വിളിക്കത്തുള്ളൂ. കാരണം എന്തുകൊണ്ടാണ്, നമുക്ക് ഡൗൺ ട്രെൻഡ് കൺഫേം ആയിട്ടില്ല. നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ താഴെ എന്ത് പറ്റിയിട്ടുള്ളൂ, ഒരു പ്രാവശ്യമേ നമുക്ക് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയിട്ടുള്ളൂ, പിന്നെ ആ ട്രെൻഡ് മാറ്റില്ല. ഒബിയസ്ലി ഇതാണ് ഞാൻ പറഞ്ഞത്, എല്ലാ ചേഞ്ച് ഓഫ് ക്യാരക്ടറും നമുക്ക് നമ്പാൻ പറ്റത്തില്ല. ബട്ട് ചേഞ്ച് ഓഫ് ക്യാരക്ടർ നമുക്കൊരു പ്രോബബിലിറ്റിയാണ് കാണിച്ചു തരുന്നത് ട്രെൻഡ് ഷിഫ്റ്റ് ആവാൻ ചാൻസ് ഉണ്ടെന്നുള്ളത്. ഓക്കെ, സോ ഈ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കഴിഞ്ഞപ്പോൾ നമ്മളെ സ്വിങ് ലോ എന്ന് പറയുന്നത് ഈ പോയിന്റ് ആയിരിക്കും. അതാണ് ലോവസ്റ്റ് വിക്ക്. അഗൈൻ അപ് ട്രെൻഡ് തന്നെയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നത്. സോ നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാം. ഓക്കെ ഓക്കെ സോ അഗൈൻ ഇത് ഒരു ഹൈ ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, പൈസ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അഗൈൻ എന്ത് ചെയ്തു, നമ്മൾ ബുള്ളിഷ് ട്രെൻഡ് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. ഓക്കെ, മാർക്ക് ചെയ്യാം. ആൻഡ് നമുക്ക് ഈ സ്വിംഗ് ലോയും മാർക്ക് ചെയ്യാം. ഓക്കെ, അപ് ട്രെൻഡ് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്രൈസ് വീണ്ടും എക്സ്പാൻഡ് ചെയ്യുന്നു. പ്രൈസ് എന്ത് ചെയ്തു, കറക്റ്റ് ചെയ്തു. സോ അടുത്ത ഹൈ നമുക്ക് കിട്ടുക ഇതായിരിക്കും. എക്സ്പെക്ടേഷൻ ഇപ്പോഴും പ്രൈസ് ബുള്ളിഷ് ആയിട്ട് പോകുന്നത് തന്നെയാണ്. ഓക്കെ, ബിക്കോസ് പ്രൈസ് ഇതുവരെ എന്തായിട്ടില്ല, ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ പോലും നമുക്ക് വീണ്ടും തന്നിട്ടില്ല ഇത് കഴിഞ്ഞിട്ട്. ഓക്കെ, നമുക്ക് ആദ്യം ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആണ് കിട്ടിയത്, പിന്നെ ഇപ്പോഴും നമ്മൾ ബുള്ളിഷ് തന്നെയാണ് മാർക്കറ്റിൽ. ഓക്കെ, സോ ഈ ബ്രേക്കിനെ ക്ലോസ് ആയിട്ട് നമുക്ക് ഈ വിക്ക് വെക്കാം. ഇപ്പോൾ ഈ മാർക്കറ്റ് നമ്മൾ ബുള്ളിഷ് ആണ്. അടുത്ത ഹൈ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ വീണ്ടും അടുത്ത ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ റൈറ്റ് ആൻഡ് അടുത്ത സ്വിംഗ് പോയിന്റ്. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളിവിടെ ലോകളെല്ലാം ഹോൾഡ് ചെയ്ത് പോവാണ് അല്ലേ. നമ്മൾ ലോസ് ഹോൾഡ് ചെയ്യാണ് ഈ മാർക്കറ്റിൽ. ഓക്കെ, ഇപ്പൊ ആദ്യമായിട്ട് അത് മാറുമ്പോൾ നമുക്കറിയാം നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടുമെന്നുള്ളത്. ഓക്കെ, സോ അഗൈൻ ഹൈ കിട്ടി. ഇപ്പോഴും നമ്മൾ ബോഡി ബ്രേക്ക് ചെയ്തിട്ടില്ല. സോ ഇപ്പോഴും നമ്മൾ ബുള്ളിഷ് സൈഡ് തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഇപ്പൊ എന്ത് സംഭവിച്ചു, അപ് ട്രെൻഡിൽ നിന്ന് നമ്മൾ ആദ്യമായിട്ട് വീണ്ടും ഷിഫ്റ്റ് ആയി ഡൗൺ ട്രെൻഡിലോട്ട്. സോ നമ്മൾ ഇതിനെ എന്തെന്ന് മാർക്ക് ചെയ്യും, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് മാർക്ക് ചെയ്യുന്നതിന് പകരം നമ്മൾ ഈ ബ്രേക്കിനെ മാർക്ക് ചെയ്യും as change of character. Okay, so we are marking it as structural change of character. ഇപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ബ്രേക്കേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ട്രെൻഡ് ഇപ്പോഴും കൺഫേം ആയില്ല, പക്ഷെ പ്രോബബിലിറ്റിയാണ് നമ്മളിവിടെ കാണുന്നത്. ഓക്കെ, ഇനി ചിലപ്പോൾ ബെയറിഷ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് ആകാം മാർക്കറ്റിൽ നടക്കുന്നത്. ഓക്കെ, അതിന്റെ മുന്നോടിയായിട്ടുള്ള ആദ്യത്തെ ഒരു എവിഡൻസ് ആയിരിക്കും ഈ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്നുള്ള രീതിക്കായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, എനിവേസ് ലെറ്റ്സ് സീ. ഓക്കെ, സോ ഇത് നമുക്ക് അടുത്ത ലോ ആയിട്ട് എടുക്കാം. ഓക്കെ, ഒബിയസ്ലി ഇപ്പൊ നിങ്ങളൊരു പിപ് റൂൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒബിയസ്ലി എന്താ പറയാ, ഇതിനെ ലോ ആയിട്ട് എടുക്കാൻ പറ്റും. ആക്ച്വലി ഞാൻ പേഴ്സണലി ഞാൻ അതിനെ ലോ തന്നെ എടുക്കും. കാണാൻ വലിയ ലുക്ക് ഇല്ലെങ്കിലും ലോജിക്കലി അതൊരു ലോ ആയിരിക്കും. ഓക്കെ, സോ എനിവേസ് ഞാൻ ലോ തന്നെ എടുക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞ സ്ട്രക്ചർ എന്നുള്ള കാര്യം ചിലവരുടെ ഓൺ ചോയ്സ് ആണ്, അവർക്ക് എന്തിനെ സ്ട്രക്ചർ എന്ന് വിളിക്കണം വിളിക്കണ്ട എന്നുള്ളത് ഒരു ഫിക്സ്ഡ് റൂള് അതിനില്ല. ഓക്കെ, കറന്റ് സോ എന്ത് ചെയ്തു, നമ്മൾ വീണ്ടും ഒരു ലോ ബ്രേക്ക് ചെയ്തു. ഇതിപ്പോ രണ്ടാമത്തെ പ്രാവശ്യമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്ട്രക്ചർ ലോ ബ്രേക്ക് ചെയ്യുന്നത്. ആദ്യമായിട്ട് ഇവിടെ ബ്രേക്ക് ആയി, ആദ്യമായിട്ട് ഇവിടെ ബ്രേക്ക് ചെയ്തു, രണ്ടാമത്തെ ബ്രേക്ക് ആണ്. സോ രണ്ടാമത്തെ ബ്രേക്കിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് തന്നെ നമുക്ക് വിളിക്കാൻ കഴിയും. സോ എന്ത് ചെയ്യാം, ഞാൻ ഇതിനെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് തന്നെ എന്ത് ചെയ്യുന്നു, മാർക്കപ്പ് ചെയ്യാൻ പോകുന്നു. സോ നമ്മൾ എന്ത് ചെയ്തു, ഒരു കൺഫേം ആയിട്ടുള്ള ഡൗൺ ട്രെൻഡിലോട്ട് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഇപ്പം നമ്മൾ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്ന ഹൈ, അല്ലെങ്കിൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ഹൈ. ഓക്കെ, അടുത്ത ലോ കിട്ടിയിട്ടുണ്ട്. ഒബിയസ്ലി വീണ്ടും ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് തന്നെ ചെയ്യേണ്ടി വരും, ആ ലോ ബ്രേക്ക് ചെയ്യേണ്ടി വരും, വേറെ മാർഗമില്ല അല്ലെ പ്രൈസിന്. സോ അഗൈൻ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ഡൗൺ ട്രെൻഡ് വീണ്ടും കണ്ടിന്യൂ ചെയ്യാണ്.
ഇപ്രാവശ്യം ഇതായിരിക്കും നമ്മുടെ സ്വിംഗ് ഹൈ. ഇങ്ങനെ തന്നെ നിങ്ങളും വാക്ക് ത്രൂ ചെയ്യേണ്ടി വരും. നിങ്ങൾ ഏതെങ്കിലും റാൻഡം ചാർട്ട് എടുത്തിട്ട് ഇതുപോലെ വരച്ച് പഠിക്കണം. ഈ വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ എല്ലാം മനസ്സിലാവണമെന്നില്ല. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഐഡിയ കൃത്യമായിട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ, സോ മേക്ക് ഷുവർ നിങ്ങൾ ഈ സെഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ചാർട്ടിൽ പോയിട്ട് റാൻഡം ആയിട്ട് ഇങ്ങനെ വരച്ച് നോക്കുക. ഓക്കെ, സോ അഗെയിൻ നമ്മൾ ഇപ്പോഴും ബെയറിഷ് ആയിട്ടുള്ള ട്രെൻഡാണ്. നമ്മൾ എക്സ്പെക്ടേഷൻ പ്രൈസ് ആ ബെയറിഷ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, ഇതിപ്പോൾ വിക്ക് ബ്രേക്ക് മാത്രമേ ആയിട്ടുള്ളൂ. സോ എനിവേസ് നമുക്ക് ട്രെൻഡ് ഒന്നും മാറിയിട്ടില്ല. ഓക്കെ ഓക്കെ അഗെയിൻ എന്ത് ചെയ്തു നമ്മൾ നല്ല ഡീപ്പായിട്ടുള്ള ഡൗൺ ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഡൗൺ ട്രെൻഡ് അഗെയിൻ ബ്രേക്ക് ഓഫ് സെഷൻ തന്നെ മാർക്ക് ചെയ്യാം. ഇപ്രാവശ്യം നമ്മൾ സ്വിംഗ് പോയിന്റ് എന്ന് പറയുന്ന ഹൈ ആയിരിക്കും. ഓക്കെ, നമ്മൾ ഒരു എക്സ്പാൻഷൻ ഫേസിലാണ് ഡൗൺ ട്രെൻഡിന്റെ കറക്ഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. സോ കറക്ഷൻ ഫേസ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ ബെയറിഷ് ആണ് ഈ മാർക്കറ്റ്. ഓക്കെ, നമ്മൾ എക്സ്പെക്ടേഷൻ പ്രൈസ് താഴെ പോകുന്നത് തന്നെയാണ്. അഗെയിൻ വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം അല്ലേ. ഇതുവരെ നമ്മൾ ഒരിക്കൽ പോലും ഈ ഡൗൺ ട്രെൻഡ് തുടങ്ങിയിട്ട് സ്ട്രക്ചർ ഹൈകൾ ബ്രേക്ക് ചെയ്തിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അല്ലേ, നമ്മൾ സ്ട്രക്ചർ ലോസ് തന്നെയാണ് ബ്രേക്ക് ചെയ്ത് പോകുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യണം, ഡിസിഷൻ എടുക്കുക എളുപ്പമായിരിക്കും. നമുക്ക് സെല്ല് മാത്രം നോക്കിയാൽ മതി ഈ ടൈം ഫ്രെയിമിന്റെ കാര്യത്തിൽ അല്ലെ, ഡെയിലിയുടെ കാര്യത്തിൽ. നമുക്ക് വീണ്ടും എന്ത് ചെയ്തു, നമ്മൾ അടുത്ത ലോ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ഓൾറൈറ്റ്. ഇപ്പൊ എന്ത് സംഭവിച്ചു, വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, ആദ്യമായി ഈ ഡൗൺ ട്രെൻഡിൽ ഒരു സ്ട്രക്ചർ ഹൈ നമ്മൾ ബ്രേക്ക് ചെയ്തു അല്ലെ. സോ ആദ്യമായിട്ട് ഇങ്ങനെ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇതിന് എന്തെന്ന് തന്നെ മാർക്ക് ചെയ്യും, ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആണ് സ്ട്രക്ചറിന്റെ രീതിക്ക്. ഓക്കെ ഓക്കെ, ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റാൻഡ് ദിസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വരച്ച് ചെയ്ത പോലെ തന്നെയാണ് നമ്മൾ ചെയ്തത്. അപ് ട്രെൻഡിൽ നിന്ന് ആദ്യത്തെ പ്രാവശ്യം ഷിഫ്റ്റ് ആയപ്പോൾ എന്ത് ചെയ്തു, നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി. പിന്നെ നമ്മൾ ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തവർ നമ്മൾ ബ്രേക്ക് ഓഫ് സെക്ഷൻ തന്നെയാണ് മാർക്ക് ചെയ്തത്. വീണ്ടും ആദ്യമായിട്ട് എന്ത് സ്ട്രക്ചർ ഷിഫ്റ്റ് ആയപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ അതിനെ വീണ്ടും ചേഞ്ച് ഓഫ് ക്യാരക്ടർ അല്ലെ, ഷോക്ക് എന്ന് വിളിക്കാൻ നോക്കുകയാണെങ്കിൽ ഷോർട്ടായിട്ട് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി. ഓക്കെ, പ്രൈസ് എന്ത് ചെയ്യാണ്, വീണ്ടും നോക്കിക്കഴിഞ്ഞാൽ പ്രൈസ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് വീണ്ടും പോകുന്നുണ്ട്. നമുക്ക് അടുത്ത എന്ത് കിട്ടി, അടുത്ത ഹൈ ഇവിടെ കിട്ടി. സോ അടുത്ത എക്സ്പെക്ടേഷൻ എന്താണ്, ഇത് ആദ്യത്തെ ഒരു എന്താ പറയാ എവിഡൻസ് ആണ് ഈ ഡൗൺ ട്രെൻഡിൽ നിന്ന് പ്രൈസ് അപ് ട്രെൻഡ് ഷിഫ്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ അല്ലെ. കൺഫേം ആയിട്ടുണ്ടോ, ഇല്ല. കാരണം ഒരു പ്രാവശ്യമേ നമ്മൾ ഹൈ ബ്രേക്ക് ചെയ്തിട്ടുള്ളൂ. വീണ്ടും ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ ഇത് കൺഫേം ആയിട്ടുള്ള അപ് ട്രെൻഡ് ആണ് എന്ന് വിളിക്കാൻ പറ്റും. സോ അഗൈൻ ഫൈനലി എന്ത് പറ്റി, നമുക്ക് അപ് ട്രെൻഡ് ഇവിടെ കൺഫേം ആയി കഴിഞ്ഞു. ഇപ്പൊ നമുക്ക് ഇതിനെ ബ്രേക്ക് ഓഫ് സെക്ഷൻ എന്ന് വിളിക്കാം. സോ ഈ പോയിന്റ് ഓഫ് ടൈം എന്തായിരിക്കും, ഹോൾഡ് ചെയ്യാം. സോ ഗൈസ് ഇങ്ങനെയാണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഐഡന്റിഫൈ ചെയ്യുക സ്ട്രക്ചറിന്റെ രീതിക്ക്. ഓക്കെ, റിഗാർഡ്ലെസ് ഏത് ടൈം ഫ്രെയിം ആണെങ്കിലും. ഇപ്പൊ നമ്മൾ ഡെയിലിയുടെ എക്സാമ്പിൾ ആണ് നോക്കിയത്, പക്ഷെ സെയിം ലോജിക് ആയിരിക്കും ഏത് ടൈം ഫ്രെയിം എടുത്താലും. ഓക്കെ, നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഡെയിലി 4 hour 50 minutes 1 minute ആയിരിക്കും. ഞാൻ ഇതിന്റെ കോറിലേഷൻ ആയിരിക്കും അടുത്ത ലെസൺസിൽ പഠിപ്പിക്കുക. പക്ഷെ അതിനു മുമ്പ് ഈ ലോജിക്ക് മനസ്സിലായില്ലെങ്കിൽ ഇച്ചിരി പ്രയാസമായിരിക്കും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് പോയി റാൻഡം ആയിട്ടുള്ള ചാർട്ടുകളിൽ 1 മിനിറ്റിന് ചാർട്ട് ആയിക്കോട്ടെ, 5 മിനിറ്റിന് ചാർട്ട് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈം ഫ്രെയിം പോവുക, ഈ ഒരു ലോജിക്ക് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ചേഞ്ച് ഓഫ് ക്യാരക്ടറുകൾ സ്പോട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. കാരണം അടുത്ത സെഷൻ, അതായത് അടുത്ത ടോപ്പിക്ക് നമ്മൾക്ക് ഈ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന കാര്യത്തിന് ശകലം മുഖ്യത്വമുണ്ട്. ഓക്കെ, നമ്മൾ മൾട്ടി ടൈം ഫ്രെയിം പഠിക്കുമ്പം ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് മനസ്സിലായാൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റും. ഓക്കെ ഗൈസ്, സോ എന്തായാലും നിങ്ങളിത് ചാർട്ടിൽ പോയിട്ട് ഇപ്പൊ തന്നെ പ്രാക്ടീസ് ചെയ്യുക. മനസ്സിലായില്ലെങ്കിൽ വീഡിയോ ഒന്നും കൂടെ കാണുക ആൻഡ് പ്രാക്ടീസ് ദിസ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ട് മാത്രം നിങ്ങൾ അടുത്ത ലെസൺ കണ്ടാൽ മതി. ഓക്കെ, സോ സീ യു ഓൺ ദ നെക്സ്റ്റ് ലെസൺ.